ഹലോ ഡിയേഴ്സ്, ഇത് നിങ്ങളുടെ കൂട്ടുകാരി പോസിറ്റീവ് റേഡിയോ. ഡേ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ ദിവസമായിട്ടാണ് നിങ്ങൾ കരുതേണ്ടത്. ഡേ 1 കണ്ടതിന് ശേഷം മാത്രം ഡേ 2 കാണുക. ഞാൻ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ആദ്യം ഡേ 1 കാണുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം വേണം പിന്നീട് ഡേ 2 കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ഒരു ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരത്തില്ല. ഡേ 1 കാര്യങ്ങളും അതിനോടൊപ്പം ഡേ 2 കൂടെ ആഡ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഞാൻ പറയുകയോ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയോ ചെയ്താലും അവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടി വിയിലും മൊബൈലിലും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ആളുകളോട് ഇടപെടാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ മാറേണ്ടത്. ഇതിൽ നെഗറ്റീവിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ചിന്ത വരത്തുപോലുമില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് സമയത്ത് പോകത്തില്ല, എപ്പോഴും എല്ലായിടത്തും ലേറ്റായിട്ടേ എത്തത്തുള്ളൂ. അത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്വഭാവമല്ലേ, അത് എഴുതി വെക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അതെല്ലാം പിന്നീട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ പോസിറ്റീവ് എഴുതുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എഴുതി. നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുകയാണ്, ഞാൻ ഇനി നെഗറ്റീവായി ചിന്തിക്കില്ല എന്നെഴുതിയാൽ അത് തെറ്റാണ്. കാരണം അവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞ വേർഡ് പിന്നെ നിങ്ങൾ പോസിറ്റീവിനകത്ത് യൂസ് ചെയ്യുവാണ്. നെഗറ്റീവായി ചിന്തിക്കില്ല എന്നല്ലേ ഞാൻ എഴുതിയേക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അവിടെ നെഗറ്റീവ് വേർഡ് വന്നതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാൻ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ എഴുതി വെച്ചു നിങ്ങളുടെ നെഗറ്റീവ് സൈഡിൽ. അതിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുകയാണ്, ഞാൻ ഇനി മുതൽ ദുഃഖിച്ചിരിക്കത്തില്ല. നിങ്ങൾ മിക്കവാറും സമയത്ത് പറയാറില്ലേ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഞാനിനിയും കരയില്ല നമ്മളോട് പറയുന്നല്ലേ. പക്ഷേ അങ്ങനെയുള്ള വാക്കുകളല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പകരം ഇപ്പം ഞാൻ എപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മറു സൈഡിൽ എഴുതേണ്ട ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങളതിനെ എഴുതാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റ് കാര്യം എഴുതുന്ന സമയത്ത് അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരാൻ പാടില്ല. നിങ്ങൾ നെഗറ്റീവിനെല്ലാം പോസിറ്റീവായിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് മാത്രം ഒരു ബുക്കിലോ, പുതിയ ബുക്കാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഡയറിയിലോ നിങ്ങൾ എഴുതുക. അത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളത് വായിക്കുക. അപ്പം നിങ്ങൾ നല്ല സന്തോഷവതിയാണ് എന്നതായിരിക്കും ആ പോസിറ്റീവ് വേർഡ്. അപ്പം നിങ്ങളത് ആ സന്തോഷവതിയാണെന്നത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുക. 1-2 ദിവസം റീഡ് ചെയ്തുകൊണ്ടോ ഇത് എഴുതി വെച്ചിട്ടോ കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത ഉറപ്പായിട്ടും വരും. ആ സമയത്ത് ആ നെഗറ്റീവ് ചിന്തനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് നമ്മുടെ അടുത്ത ഡേ 3 ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മുന്നോട്ടുള്ള ഡേ 1 ഡേ 2 സീരീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. ടേക്ക് കെയർ ഡിയേഴ്സ്, ബൈ.